ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഹിജാബി ഡോളുമായിട്ടാണ്. നമുക്ക് ഒരുപാട് കളേഴ്സിൽ ഒരു ഹിജാബി ഡോൾസ് ചെയ്തെടുക്കാം. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഡോളാണത്. നമുക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ഡോളാണെന്ന് ഗിഫ്റ്റ് കൊടുക്കാനും അതുപോലെ നമുക്ക് സെയിൽ ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു ഡോളാണിത്. ഒരുപാട് എൻക്വയറീസ് വരുന്ന ഒരു ഡോൾ ഐറ്റംസാണിത്. ഹിജാബി ഡോൾ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യുന്നെന്ന് നോക്കാം. അപ്പോൾ ഹിജാബി ഡോൾ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് യാൺസ്, ഏത് കളർ യാണായാലും കുഴപ്പമില്ല. ഞാനിവിടെ കോട്ടൺ യാണാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതുപോലെ 4 പ്ലേയുടെ കോട്ടൺ യാണാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ 2.5 mm ഹുക്ക് സെറ്റ്, ഒരു സ്റ്റിച്ച് മാർക്കർ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ ആവശ്യമുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഷൂസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്കൊരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ഷൂ ചെയ്യുന്നതിനായിട്ട് ഫസ്റ്റ് നമുക്കൊരു സ്ലിപ്പ് നോട്ട് ചെയ്യാം. ഈ സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 6 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 6 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഇനി ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. 2 ലൂപ്പ് കിട്ടും, 2 ലൂപ്പിനും കൂടെ പുറത്തേക്ക് എടുക്കാം. ഇനി അടുത്ത ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. 3 4 അങ്ങനെ 4 ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിവിടെ ലാസ്റ്റ് ഒരു ചെയിനാണുള്ളത്. ഈ ലാസ്റ്റ് ചെയിനിലും ഞാൻ ഒരു ചെയിനിൽ തന്നെ 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 1 ഈ സെയിമിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി ചെയ്യാം. 2 വീണ്ടും ഈ സെയിമിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു സ്റ്റിച്ച് കൂടി ചെയ്യുക. അങ്ങനെ ടോട്ടൽ നമ്മൾ ഈ ഒരു ലാസ്റ്റ് ചെയിനിൽ ഇവിടെ നമ്മൾ 1 2 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ഈ സ്റ്റിച്ചിലാണ് ചെയ്യുന്നത്. ഇവിടെ തന്നെ ചെയ്യുമ്പോൾ ഈ ലാസ്റ്റ് സ്റ്റിച്ചാണിത്. ഇവിടെ കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിലേക്ക് നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ, അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ, അടുത്ത ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ. അങ്ങനെ 4 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ ഈ ലാസ്റ്റ് ചെയിനിൽ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത ചെയിൻ സ്റ്റിച്ചിൻ്റെ ആ ടോപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ചെയിൻ 1 ചെയ്യാം. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഈ ചെയിൻ 1 ചെയ്ത ആ സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ ഒന്നും കൂടി ചെയ്യാം. അപ്പോൾ ഒരു ഇൻക്രീസിങ് സ്റ്റിച്ചായി. ഇനി നമ്മൾ 3 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം. 1 2 3 3 ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തു. ഇനി നമുക്ക് 1 2 3 ഈ ലാസ്റ്റ് നമ്മൾ 3 ചെയ്ത ചെയിനുണ്ടല്ലോ, അതിലൊക്കെ ഈ 3 സ്റ്റിച്ചിലും നമ്മൾ ഓരോ ചെയിനിലും 2 വീതം ചെയ്ത് കൊടുക്കാം. ഇതിൽ 1 സെയിം തന്നെ ഒന്നുകൂടി ചെയ്യുക. ഇപ്പോൾ 2 ആയി. ഇത് തന്നെ 2 ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അതിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 2 ചെയിനിലും നമ്മൾ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തു. ഇനി അടുത്ത ചെയിനിലും നമ്മൾ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2
ഇനി അപ്പോൾ നമുക്ക് ഈ 3 സ്റ്റിച്ചിനെ നമ്മൾ 6 സ്റ്റിച്ചായിട്ട് ഇൻക്രീസിങ് ചെയ്തു. ഇനി 3 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. 1 2 3 3 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തു. ഇനി നമുക്ക് ലാസ്റ്റ് 2 ചെയിൻ ഉണ്ട്. ആ 2 ചെയിനിലും നമ്മൾ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. ഇവിടെ 2 ചെയിൻ നമുക്ക് ബാലൻസ് ഉണ്ട്. ആ 2 ചെയിനിലും നമുക്ക് ഒന്ന് തന്നെ രണ്ടെണ്ണം അങ്ങനെ 2 ചെയിനിലും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ചെയിനിൽ ഞാൻ 2 സ്റ്റിച്ച് ചെയ്തു. സെക്കൻഡ് ചെയിനിലും ഞാൻ 2 സ്റ്റിച്ച് ചെയ്യാണ്. അപ്പോൾ നമ്മളുടെ സെക്കൻഡ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നമ്മൾ ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിൻ്റെ ആ ഒരു ലൂപ്പിനുള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയിൻ 1 ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അടുത്ത ചെയിനിൽ നമ്മൾ 2 എണ്ണം ചെയ്ത് കൊടുക്കുക. അടുത്ത ചെയിനിൽ നമ്മൾ ഒരു ഇൻക്രീസിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഒരു ചെയിനിൽ തന്നെ 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത 3 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. 1 2 3 ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തു. ഇനി നമ്മൾ ഇവിടെ ഒരു സിംഗിൾ ക്രോഷേ ഇൻക്രീസിങ്, ഒരു സിംഗിൾ ക്രോഷേ ഇൻക്രീസിങ് എന്നുള്ള 1 2 1 2 എന്നുള്ള പാറ്റേൺ നമ്മൾ 6 സ്റ്റിച്ചിലും ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ 6 സ്റ്റിച്ച് വേണമെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് 1 2 3 4 5 6 എന്ന് കൗണ്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. വിഗ്നസ് ആകുമ്പോൾ അതൊരു ഹെൽപ്പാവും. അല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് മാർക്കർ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 6 ചെയിൻ കൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് മാർക്കർ വെക്കുക. ഈ 6 ചെയിനിലും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്യുക. അടുത്ത ചെയിനിൽ നമ്മൾ 1 ചെയ്യുക. അടുത്ത ചെയിനിൽ നമ്മൾ ഒന്ന് തന്നെ 2 എണ്ണം ചെയ്യുക. അപ്പോൾ നമ്മൾ 3 സ്റ്റിച്ചിൽ 1 2 1 2 ചെയ്തു. 4ാമത്തെ സ്റ്റിച്ചിൽ 1 ചെയ്യുക. 5ാമത്തെ സ്റ്റിച്ചിൽ 2 ചെയ്യുക. 1 2. ഇനി നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ച സ്റ്റിച്ചാണ്, അത് റിമൂവ് ചെയ്യുക. അങ്ങനെ നമുക്ക് ടോട്ടൽ 6 സ്റ്റിച്ചിലും 1 2 2 1 2 1 എന്നുള്ള പാറ്റേൺ നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വർക്ക് ഇങ്ങനെ ടേൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്കിവിടെ 1 2 3 4 4 സ്റ്റിച്ച് ബാലൻസ് ഉണ്ട്. ഈ 4 സ്റ്റിച്ചിൽ 2 1 2 1 എന്നുള്ള പാറ്റേൺ ചെയ്യുക. ഫസ്റ്റ് സ്റ്റിച്ചിൽ 2 ചെയ്യാം. സെക്കൻഡ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഫോർത്തിൽ 1 2 1 2 1 എന്നുള്ള പാറ്റേൺ നമ്മൾ ചെയ്യുക. നമ്മളെ തേർഡ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിൻ്റെ ആ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് 18 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 24 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. ഇനി ഞാൻ ചെയിൻ 1 ചെയ്തിട്ട് 4th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ചെയിൻ 1 ചെയ്യാം. 4th റൗണ്ടിൽ ഞാൻ ബാക്ക് ലൂപ്പ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഈ ഫ്രണ്ടിൽ വരുന്ന ലൂപ്പിനെ ഫ്രണ്ട് ലൂപ്പ് എന്നും ബാക്കിൽ വരുന്ന ലൂപ്പിനെ ബാക്ക് ലൂപ്പ് എന്നും പറയും. ഈ 2 ലൂപ്പ് ചേരുമ്പോഴാണ് നമുക്കൊരു ചെയിൻ പോലെയുള്ള ചെയിൻ സ്റ്റിച്ച് പോലെ ഇവിടെ കാണുന്നുണ്ടല്ലോ, അത് നമ്മൾ ഫ്രണ്ടിൽ വരുന്ന ഭാഗത്ത് നമ്മൾ ഫ്രണ്ട് ലൂപ്പ് എന്നും ബാക്കിൽ വരുന്ന ഭാഗത്ത് ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നു. അപ്പോൾ ഇനി നമ്മൾ ഈ റൗണ്ട് ചെയ്യുന്ന ഫുള്ളും ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ്.
അപ്പോൾ ഇത് ഫ്രണ്ട് ലൂപ്പാണ്. ഇപ്പോൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക, സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ 4th റൗണ്ടിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ അപ്പർ പാർട്ടിലേക്ക് നമ്മൾ വർക്ക് ഇങ്ങനെ ടേൺ ആയി വരും ചെയ്യും. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഫ്രണ്ട് ലൂപ്പ് ഇങ്ങനെ ഒരു ലൈന് പോലെ കിട്ടും ചെയ്യും. അതിനാണ് അപ്പർ പാർട്ടിലേക്ക് ഇങ്ങനെ ടേൺ ആയി വരാനാണ് നമ്മൾ ഈ ഒരു ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഈ പാറ്റേൺ ചെയ്യുന്നത്. അപ്പോൾ ഈ 4th റൗണ്ട് എന്ന് പറയുന്നത് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാക്ക് ലൂപ്പാണോ യൂസ് ചെയ്യുന്നതെന്ന് നോക്കുക. അപ്പോൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ട് ലൂപ്പ് ഇവിടെ ഇങ്ങനെ ഒരു ലൈന് പോലെ കിട്ടും. അതുപോലെ അപ്പം തന്നെ നമുക്ക് നമ്മളെ അപ്പർ പാർട്ടിലേക്ക് ഈ ഒരു വർക്ക് ടേൺ ആയി വരും ചെയ്യും. പിന്നെ നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം കിട്ടുക. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ വർക്ക് ഫസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ബുക്ക് എടുത്തിട്ട് ഫസ്റ്റ് വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അപ്പോൾ ബുക്ക് എടുത്തിട്ട് ഓരോ റൗണ്ടിലും ഏതൊക്കെ സ്റ്റിച്ചസ് ആണെന്നൊക്കെ ഇങ്ങനെ എഴുതി വെക്കുക. ഞാൻ എഴുതി വെച്ചൊരു പാറ്റേൺ ഒരു ഇത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഞാനൊരു ബുക്ക് എടുത്തിട്ട് ഇതുപോലെ റൗണ്ട് ഹിജാബി ഡോൾ എന്ന് വെച്ചിട്ട് റൗണ്ട് ഇങ്ങനെ ഓരോ റൗണ്ടും ഇങ്ങനെ എഴുതി വെക്കും. ഇതേപോലെ നിങ്ങളും ഓരോ റൗണ്ടും എഴുതി വെക്കണം. അപ്പോഴേ നിങ്ങൾക്ക് കറക്റ്റ് പിന്നെ വീഡിയോ നോക്കിയിട്ട് വീഡിയോ ഓൺ ആക്കുക, ഈ എഴുതി വെച്ചതും നോക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് പെർഫെക്ഷനിൽ കിട്ടും. ഈ ഡോള് അമിഗ്രൂമി ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിച്ചസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 18, 12 എന്നൊക്കെ പറഞ്ഞ സ്റ്റിച്ച് അത് കൂടാനോ കുറയാനോ പാടില്ല. അപ്പോൾ നമ്മൾ ഓരോ റൗണ്ടും ബിഗിനേഴ്സ് ആകുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ചും കൗണ്ട് ചെയ്ത് ഓരോ അടുത്ത റൗണ്ടിലേക്ക് പോവുക. ഫസ്റ്റ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ കൗണ്ട് ചെയ്യാതെ നമ്മൾ പോയാൽ നമ്മൾ പാറ്റേൺ ഒക്കെ മാറും. പിന്നെ ഈ ലെഗ് ആയാലും ഷൂ ആയാലും ഹാൻഡ് ആയാലും ഒക്കെ നമുക്ക് 2 എണ്ണം വെച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ 2 ഒരേ കളേഴ്സിൽ ചെയ്യുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഞാനിവിടെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്ത് ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കണ്ടോ ഫ്രണ്ട് ലൂപ്പ് ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു ലൈന് പോലെ വന്നും ചെയ്ത് നമ്മളെ വർക്ക് ഇങ്ങനെ അപ്പർ പാർട്ടിലേക്ക് ഒരു ടേൺ ആയി വന്നും ചെയ്ത്. അപ്പോൾ ഞാനിവിടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 4th റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിൻ്റെ 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ റൗണ്ട് 5 ചെയ്യുന്നത് ഇപ്പം നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നേരത്തെ നമ്മൾ ചെയ്തത് ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ്. ഈ റൗണ്ട് ഫുൾ നമ്മൾ ചെയ്യുന്നത് 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട്. അപ്പം നമ്മൾ 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. 2 ലൂപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഈ 2 ചെയിനും കിട്ടുന്ന പോലെ ആണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുപോകും അധികം പേരും. അതുകൊണ്ടാണ് ഈ ഒരു ഫിനിഷിംഗ് ഒന്നും നമുക്ക് കിട്ടാത്തത്. അപ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് മറന്നു പോകുന്നുണ്ടെങ്കിൽ അത് ഒരു നോട്ടാക്കി എഴുതി വെക്കാം. ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്പാവും പിന്നെ വർക്ക് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഈ റോ നമ്മൾ ചെയ്യുന്നത് റൗണ്ട് 5 നമ്മൾ ചെയ്യുന്നത് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതമാണ് ചെയ്യുന്നത്. അത് നമ്മൾ 4 ചെയ്ത സെയിം പാറ്റേൺ തന്നെ 4ൽ നമ്മൾ ബാക്ക് ലൂപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഫ്രണ്ട് ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു വ്യത്യാസമാണ് ഇത് രണ്ടും തമ്മിലുള്ളത്. ഇതിൽ നമ്മൾ 2 ലൂപ്പും 5th റൗണ്ടിൽ നമ്മൾ 2 ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഫ്രണ്ട് ലൂപ്പ് എന്ന് പറഞ്ഞു തോന്നുന്നു. അപ്പോൾ 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഈ ഒരു റൗണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഹിജാബി ഡോളിൻ്റെ ഒരു ഷൂസാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓരോ റൗണ്ടിലും നമ്പേഴ്സ് കറക്റ്റ് ആണോ എന്ന് നോക്കണം. അത്രയും നമ്പർ കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോഴേ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആ ഫിനിഷിങ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു വൃത്തിയില്ലാതായി നിൽക്കും. ഞാനിങ്ങനെ ഓരോ ചെയിനിലും ഓരോ ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ഇങ്ങനെ ചെയ്തിട്ട്
ലാസ്റ്റിലെത്തിയിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്ത സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ സെക്കൻഡ് റൗണ്ടും ഇവിടെ അപ്പർ പാർട്ടിലെ സെക്കൻഡ് റൗണ്ടും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. റൗണ്ട് 5 ആണിത്. ഇനി റൗണ്ട് 6 ആണ് നമ്മൾ ചെയ്യാനുള്ളത്. ചെയിൻ 1 ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷ്യ, അങ്ങനെ 6 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്യുക. 1 2 3 4 5 6. ഞാനിവിടെ 6 ചെയിനിലും ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കുക. 6 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്തു. ഇത് നമ്മൾ ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. 6 ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. ഡിക്രീസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രണ്ട് ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അടുത്ത ചെയിനിലും ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ ഇങ്ങനെ 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. yarn over ചെയ്യുക, വീണ്ടും 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കൊരു ഇൻവിസിബിൾ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. അങ്ങനെ നമ്മൾ 6 പ്രാവശ്യം ഇൻവിസിബിൾ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 1 ചെയ്തു. ഇനി അടുത്ത ചെയിനിലെ ഫ്രണ്ട് ലൂപ്പും അടുത്ത ചെയിനിലത്തെ ഫ്രണ്ട് ലൂപ്പും yarn over ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. 2 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 2 ഡിക്രീസിങ് ആയി. ഇനി അടുത്ത ചെയിനിൻ്റെതും ഫസ്റ്റ് ചെയിനിൻ്റെതും സെക്കൻഡ് ചെയിനിൻ്റെതും ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. yarn over ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. 2 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ തേർഡ് ഇൻവിസിബിൾ സിംഗിൾ ക്രോഷ്യ ആയി. ഫസ്റ്റ് ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക, സെക്കൻഡ് ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. yarn over ചെയ്യുക, 2 ലൂപ്പിലൂടെ എടുക്കുക. yarn over ചെയ്യുക, 2 ലൂപ്പിലൂടെ എടുക്കുക. അപ്പോൾ അങ്ങനെ 4 എണ്ണമായി. ഫിഫ്ത്ത് ചെയ്യാം, 6th ചെയിനിലും ചെയ്യാം. പിന്നെ 6 പ്രാവശ്യം നമ്മൾ ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി ബാലൻസ് വരുന്ന 6 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം. 1 2 3 5 6. 6 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഷൂവിൻ്റെ ഒരു അപ്പർ പാർട്ട് ആയിട്ട് വരുന്നുണ്ട്. ഇനി അടുത്ത ചെയിൻ റൗണ്ട് 7 ആണ്. ചെയിൻ 1 ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് 4 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4. 4 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ 5 ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. ഡിക്രീസിങ് ചെയ്യുമ്പോൾ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക, സെക്കൻഡ് വണ്ണിന് ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക, ഒരു ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. 1 2 3 4
4 4 ഡിക്രീസിങ് ചെയ്യാം. 5 ചെയിനിലും ഒരു ഡിക്രീസിങ് ചെയ്ത് കൊടുക്കാം. ഇനി 4 ചെയ്തു. ഇനി ബാക്കി വരുന്ന സ്റ്റിച്ചിൽ നമുക്ക് ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4 ഫസ്റ്റ് ചെയ്ത ചെയിനിൽ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം. One, 2 3 4 5 6 7 8 9 10 11 12 ഫസ്റ്റ് ചെയ്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ ഒരു റൗണ്ടും കൂടി ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 അങ്ങനെ 2 റൗണ്ട് നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തു. ഫസ്റ്റ് ചെയ്ത ചെയിനിൽ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ചെയിൻ 1 ചെയ്യുക. ഈ റൗണ്ട് നമ്മൾ ചെയ്യുന്നത് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഫ്രണ്ട് ലൂപ്പ് അല്ല, ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. അങ്ങനെ ടോട്ടൽ 12 സ്റ്റിച്ച് കിട്ടും. ബാക്ക് ലൂപ്പ് മാത്രം യൂസ് ചെയ്യുക. 1 2 3 4 5 6 7 ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തു. അതിന് ശേഷം നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യാം. ചെയിൻ 1 ചെയ്യുക. നമ്മൾ യാണ് കട്ട് ചെയ്യാം. നമുക്ക് യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. ശേഷം ഒക്കെ വലിച്ചിട്ട് യാണ് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഷൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്ക് ലൂപ്പ് ഇവിടെ യൂസ് ചെയ്തുകൊണ്ട് അപ്പർ പാർട്ട് ഇങ്ങനെ തിരിഞ്ഞ് വന്നിട്ടുണ്ട്, ടേണായി വന്നിട്ടുണ്ട്. അപ്പം ഷൂസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ കളർ ചേഞ്ച് ചെയ്യാണ്. നമ്മൾ ഏത് കളറാണോ ഡ്രസ്സിന് ചെയ്യുന്നത് ആ ഒരു കളറാണ് ഇവിടെ ഈ ഒരു കാലിൻ്റെ ഭാഗത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്ലീവ് സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗത്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക.
ഇനി നമ്മൾ ചെയ്യുന്നത് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതമാണ്. പക്ഷെ നമ്മൾ ഈ റൗണ്ട് ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക, സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11. നമുക്ക് ഈ ഒരു യാണ് ഈ ബാക്കിലേക്ക് ആക്കി കൊടുക്കാം, ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. 12. അങ്ങനെ 12 സ്റ്റിച്ചാണ് ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ റൗണ്ടിൽ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ 12 മുതൽ 41 റൗണ്ട് വരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതമാണ് ചെയ്യുന്നത്. ഓരോ റൗണ്ടിലും 12 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ നമ്മൾ ഓരോ ചെയിനിലും 12 സ്റ്റിച്ച് കിട്ടി ഓരോ റൗണ്ട്. അങ്ങനെ ടോട്ടൽ നമ്മൾ 29 റൗണ്ട് നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. ചെയിൻ 1 ചെയ്യുക, 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഒരു റൗണ്ട് കഴിഞ്ഞാൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും നെക്സ്റ്റ് റൗണ്ട് ചെയ്യുമ്പോൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക, പിന്നെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ആ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മളിങ്ങനെ ഒരു 29 റൗണ്ട് ചെയ്ത് കൊടുക്കുക. ടോട്ടൽ നമുക്ക് അപ്പോൾ 41 റൗണ്ട് ആവും. ഇവിടുന്ന് ഇങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ അങ്ങനെ 21 റൗണ്ട് നമുക്കിങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യാം. ചെയ്തിട്ട് 21 റൗണ്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ തൊട്ടിട്ട് 19 റൗണ്ട് ഈ സെയിം കളറ് ഫ്രോക്കിൻ്റെ കളർ ഏതാണോ ആ കളർ യാണ് വെച്ചിട്ട് 19 റൗണ്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് 25 റൗണ്ടാണ് ഉണ്ടാവുക. ഇവിടുന്ന് ഇങ്ങനെ എണ്ണിയാൽ നമ്മൾ 19 റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് അടുത്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലീവ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെയിൻ 1 ചെയ്ത് യാണ് കട്ട് ചെയ്തതാണ് ഒരു പീസ് നമ്മൾ യാണ് കട്ട് ചെയ്തിട്ട് എടുക്കുക. അതുപോലെ ഞാൻ ഒന്നുകൂടി സെയിം ഉണ്ടാക്കണം. അപ്പോൾ ഇതേപോലെ ഒന്നും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ചെയിൻ 1 ചെയ്ത് യാണ് കട്ട് ചെയ്യുന്നില്ല. അത് വേണമെങ്കിൽ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ലെഗിൽ നമ്മൾ ഒരു റൗണ്ട് 19 റൗണ്ട് കഴിഞ്ഞാൽ ചെയിൻ 1 ചെയ്യുക. ചെയിൻ 1 അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ചെയിൻ 1 ചെയ്യുക. പിന്നെ ഫുൾ ചെയ്ത് കഴിയുമ്പോഴത്തേന് എനിക്ക് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഫുൾ ചെയ്യുമ്പോൾ പിന്നെ നിറയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല, എന്നാലും കുറേശ്ശെ ആകുമ്പോൾ